ഹായ്, നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സീക്വൻസിൻ്റെ സബ്സീക്വൻസ് എന്താണെന്നുള്ളതും അതേപോലെ സീക്വൻസിൻ്റെ കൺവേർജൻസും സീക്വൻസിൻ്റെ സബ്സീക്വൻസുകളുടെ കൺവേർജൻസും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് ഒരു സീക്വൻസിൻ്റെ സബ്സീക്വൻസ് എന്ന് നോക്കാം. സബ്സീക്വൻസ് ഓഫ് എ സീക്വൻസ്. Subsequence of a sequence. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് കിടക്കാം. സപ്പോസ് വി ഹാവ് എ സീക്വൻസ് എക്സ് എൻ. സീക്വൻസ് എക്സ് എൻ ഉണ്ട്. അപ്പോൾ നമ്മളെ ടേം ബൈ ടേം ആയിട്ട് എഴുതിയാൽ ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, എക്സെട്ര. nth ടേം അല്ലെങ്കിൽ kth ടേം xk, k+1th ടേം k+1, xk+1, എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് തന്നെയാണ്. ഒരു സീക്വൻസ് തന്നെയാണ്. ഞാൻ ഈ സീക്വൻസിനെ ഒറിജിനൽ സീക്വൻസിനെ എക്സ് എന്ന് വിളിച്ചാൽ അതിൻ്റെ എക്സ് പ്രൈം എന്നുള്ളൊരു സീക്വൻസ് അതിൻ്റെ സബ്സീക്വൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീക്വൻസിലുള്ള ടേംസ് തന്നെ ആകണം എക്സ് പ്രൈമിലും. മോർ ഓവർ ടേംസ് വരുന്ന ഓർഡർ എന്ത് ചെയ്യരുത്, ചേഞ്ച് ചെയ്യരുത്. ടേംസിൻ്റെ പൊസിഷൻ അല്ല ഞാൻ ചേഞ്ച് ചെയ്യരുത് എന്നല്ല പറയുന്നത്, ടേംസ് വരുന്ന ഓർഡർ ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ ഞാനൊരു എക്സ് പ്രൈം എന്നുള്ളൊരു സബ് സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം? ഞാൻ സീക്വൻസ് എക്സ് എന്നുള്ള സീക്വൻസ് എടുക്കും, അതിൽ ആദ്യത്തെ ഒരു ടേമിനെ ഫിക്സ് ചെയ്യും. സപ്പോസ് അത് kth ടേം ആണെങ്കിൽ, ഒരു n1th ടേം ആണെങ്കിൽ നമ്മളെ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ xn1 ആയിരിക്കും. ഓക്കെ, സീക്വൻസിലെ ഫസ്റ്റ് ടേം ആയിരിക്കും xn1, പക്ഷേ ഒറിജിനൽ സീക്വൻസിലെ ഫസ്റ്റ് അത് n1th പൊസിഷനിലേക്കും വരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം എഴുതുന്നത് തേർഡ് ടേം ആണെങ്കിൽ n1 എന്തിന് ഈക്വൽ ആയിരിക്കും? 3ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഒറിജിനൽ സീക്വൻസിലെ തേർഡ് ടേം നമ്മളുടെ സബ് സീക്വൻസിലെ ഫസ്റ്റ് ടേം ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ 3 വന്നിട്ടുണ്ടാവും, x3 വന്നിട്ടുണ്ടാവും. പക്ഷേ x3 എന്ന് പറഞ്ഞത് എക്സ് പ്രൈം എന്നുള്ള സബ് സീക്വൻസിലെ ഫസ്റ്റ് ടേം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ xn1 എന്ന് പറയുന്നത്. ഓക്കെ, n1 എന്താണ്? അപ്പോൾ 3 ആണ്. അപ്പോൾ ഇനി സെക്കൻഡ് ടേമിനെ ഞാൻ എടുക്കുമ്പോൾ n2th ടേം എന്നാണ്. n2th ടേം. പക്ഷേ n2th ടേം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു സീക്വൻസിൽ വരുന്ന ഓർഡർ പ്രിസേർവ് ചെയ്യണം. അതായത് ഇവിടെ തേർഡ് ടേമാണ് എടുത്തതെങ്കിൽ അതിൻ്റെ മുന്നേ വന്നിട്ടുള്ള ടേംസിനെ കൺസിഡർ ചെയ്യരുത്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടേമിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒറിജിനൽ സീക്വൻസ് എക്സിലെ n2th ടേം, അപ്പോൾ xn2 ആയിരിക്കും നമ്മളുടെ സബ് സീക്വൻസിലെ സെക്കൻഡ് ടേം. അപ്പോൾ n1-നേക്കാളും വലുതായിരിക്കും n2. ഓക്കെ, ഇനി തേർഡ് സബ് സീക്വൻസിലെ തേർഡ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ സീക്വൻസിലെ n3th ടേം ഏത് പൊസിഷനാണെന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ്. n3th ടേം കൺസിഡർ ചെയ്യുമ്പോൾ അത് n2th ടേം കഴിഞ്ഞിട്ട് വരുന്ന ടേം ആയിരിക്കണം. അതായത് വരുന്ന ഓർഡർ പ്രിസേർവ് ചെയ്യണം. ഓക്കെ, സോ n2-നേക്കാളും വലുതായിരിക്കും n3. അപ്പോൾ നമുക്ക് എക്സ് പ്രൈമിലെ തേർഡ് ടേം എന്തായിരിക്കും? xn3 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് സബ് സീക്വൻസിലെ kth ടേം എന്ന് പറഞ്ഞാൽ xnk ആയിരിക്കും. അപ്പോൾ അത് ഒറിജിനൽ സീക്വൻസിലെ kth ടേം ആയിരിക്കും. എക്സ് പ്രൈമുള്ള സബ് സീക്വൻസിലെ kth ടേം എന്ന് പറഞ്ഞാൽ xnk ആയിരിക്കും. അപ്പോൾ nk എന്തായിരിക്കും? ലെസ് ദാൻ nk-1, ലെസ് ദാൻ nk-2, ലെസ് ദാൻ എക്സെട്ര, n3 ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ n2 ഗ്രേറ്റർ ദാൻ n1 ആയിരിക്കും. അതായത് n1 ലെസ് ദാൻ n2 ലെസ് ദാൻ n3 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ nk ലെസ് ദാൻ എക്സെട്ര എന്നുള്ള രൂപത്തിൽ നമ്മളൊരു ഇൻക്രീസിങ് ഇതിൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്രൈം എന്നുള്ള സബ് സീക്വൻസിലെ ഫസ്റ്റ് ടേം xn1, സെക്കൻഡ് ടേം xn2, തേർഡ് ടേം xn3, എക്സെട്ര. kth ടേം എന്ന് പറഞ്ഞാൽ xnk എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസാണ് മറ്റൊരു സീക്വൻസ് എന്ന് പറയുമ്പോൾ
സബ്സീക്വൻസിലെ ടേംസ് എല്ലാം നമ്മൾ ഒറിജിനൽ സീക്വൻസിൽ ആദ്യം എടുത്ത സീക്വൻസിൽ കൺസിഡർ ചെയ്ത സീക്വൻസിൽ വരണം. വരുന്ന ഓർഡറും പ്രിസേർവ് ചെയ്യണം. ഓക്കെ, എല്ലാ ടേമും വരണമെന്നില്ല, പക്ഷേ വരുന്ന ഓർഡർ ഒന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സ് പ്രൈമിലെ ഒരു ടേം കഴിഞ്ഞിട്ടാണ് അടുത്ത ടേം വരുന്നതെങ്കിൽ എക്സ് എന്നുള്ള ഒറിജിനൽ സീക്വൻസിൽ ആ ടേംസ് വരണം. ആദ്യം വരുന്ന ടേം ആദ്യത്തിൽ തന്നെ വരണം, പിന്നെ വരുന്ന ടേം അത് കഴിഞ്ഞ് വരണം. ഓക്കെ, അങ്ങനെ വരുന്ന ഏതൊരു സീക്വൻസിനെ നമുക്ക് ഒറിജിനൽ സീക്വൻസിൻ്റെ സബ്സീക്വൻസ് ആണെന്ന് പറയും. ഇവിടെ മറ്റൊരു ഒബ്സർവേഷൻ ഉള്ളത്, നമ്മൾ ഒറിജിനൽ സീക്വൻസിലെ nth ടേം എക്സ് തന്നെ ആയിരിക്കും, പക്ഷേ kth ടേം എടുക്കുകയാണെങ്കിൽ എക്സ് കെ ആയിരിക്കും. പക്ഷേ എക്സ് പ്രൈം എന്നുള്ള സബ്സീക്വൻസിലൊക്കെ kth ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എൻ കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കെയും എൻ കെയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ കെ എപ്പോഴും എൻ കെനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. അത് ഒരു ഒബ്സർവേഷനാണ്. ഓക്കെ, ഒറിജിനൽ സീക്വൻസിലെ kth ടേമും സബ്സീക്വൻസിലെ kth ടേമും കൺസിഡർ ചെയ്യുമ്പോൾ കെ ലെസ് ദാൻ എൻ കെ ആയിരിക്കും. ടേംസ് അല്ല, എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ കെ എന്നല്ല പറയുന്നത്, പൊസിഷനാണ് പറയുന്നത്. ഓക്കെ, സീക്വൻസിലെ kth പൊസിഷനും സബ്സീക്വൻസിലെ kth പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ kth പൊസിഷനും കൺസിഡർ ചെയ്യുമ്പോൾ എൻ കെ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ കെ ആയിരിക്കും. കാരണം ഒറിജിനൽ സീക്വൻസിൽ kth ടേം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ kth ടേമോ അല്ലെങ്കിൽ kth ടേം കഴിഞ്ഞിട്ടുള്ള ടേം ആയിരിക്കും എക്സ് എൻ കെ. ഓക്കെ, അപ്പോൾ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഡെഫിനിഷൻ: ലെറ്റ് x equal to xn be a sequence of real numbers. Let n1 less than n2 less than etc. nk less than etc. be a strictly increasing sequence of natural numbers. Then the sequence x prime defined by xnk given by xn1 xn2 etc. xnk etc. is called a subsequence of x. അതായത് ഒരു സീക്വൻസ് എക്സിൻ്റെ ഒരു സബ്സീക്വൻസ് എന്ന് പറയുമ്പോൾ ആ സബ്സീക്വൻസ് ഒരു സീക്വൻസ് ആയിരിക്കും. ആ സബ്സീക്വൻസിൽ വരുന്ന എല്ലാ ടേംസും സീക്വൻസ് എക്സിൽ വന്നിട്ടുണ്ടാകും. മോറോവർ സബ്സീക്വൻസിൽ വരുന്ന ഓർഡറിനനുസരിച്ച് തന്നെയായിരിക്കും സീക്വൻസിലും ഈ ടേംസ് ഓർഡർ വരും. ഓക്കെ, ഒരു ടേം സബ്സീക്വൻസിലെ ഒരു ടേം കഴിഞ്ഞിട്ടാണ് അടുത്ത ടേം വരുന്നതെങ്കിൽ സീക്വൻസിലും ആ ടേം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ടേം വരിക, പക്ഷേ തൊട്ടടുത്ത ടേം തന്നെ ആകണമെന്നില്ല. ഓക്കെ ഓക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു സീക്വൻസാണ് സീക്വൻസ് 1/n. അതായത് 1, 1/2, 1/3 എക്സെട്ര എന്നുള്ള വരുന്ന സീക്വൻസ് 1/n. അതിൻ്റെ ഒരു സബ്സീക്വൻസ് ആയിരിക്കും 1/2n. 1/2n എന്ന് പറഞ്ഞ സീക്വൻസ് എന്തായിരിക്കും? 1/2, 1/4, 1/6 എക്സെട്ര എന്നുള്ള സീക്വൻസ്. n വാല്യൂസ് കൊടുക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിലെ ടേംസ് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് പ്രൈം എന്നുള്ള സീക്വൻസിൽ എക്സിലുള്ള ടേംസ് മാത്രമേ വന്നിട്ടുള്ളൂ. എക്സിലുള്ള ഈവൻ പൊസിഷനിൽ വന്നിട്ടുള്ള ടേംസിനെ ഓർഡർ ചെയ്ത് എഴുതുകയാണ് x2 അല്ലേ. ഇവിടുത്തെ സെക്കൻഡ് ടേം ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ടേം. അതേപോലെ ഒരു മിനിറ്റ്, ഇവിടുത്തെ സെക്കൻഡ് ടേം ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ടേം. അതേപോലെ ഇവിടുത്തെ ഫോർത്ത് ടേം ആയിരിക്കും ഇവിടുത്തെ സെക്കൻഡ് ടേം. ഇവിടുത്തെ സിക്സ്ത് ടേം ആയിരിക്കും സിക്സ്ത് ടേം ആയിരിക്കും ഇവിടുത്തെ തേർഡ് ടേം. ഓക്കെ, അതായത് ഈ ഒരു സീക്വൻസിലുള്ള എല്ലാ ടേംസും എക്സ് എന്നുള്ള സീക്വൻസിൽ വന്നിട്ടുണ്ട്. വരുന്ന ഓർഡറും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. 1/2 കഴിഞ്ഞിട്ടാണ് 1/4. ഈ സീക്വൻസിൽ 1/2 കഴിഞ്ഞിട്ടാണ് 1/4. തൊട്ടടുത്ത ടേം തന്നെ ആകണമെന്നില്ല. ഓക്കെ, ഇവിടെ 1/4 കഴിഞ്ഞിട്ടാണ് 1/6. ഈ ഒരു സീക്വൻസിലും 1/4 കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും 1/6. അതായത് ഒരു സീക്വൻസ് സബ്സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു സീക്വൻസ് സബ്സീക്വൻസ് ആണെന്ന് പറയുന്നതെങ്കിൽ സബ്സീക്വൻസിലെ എല്ലാ ടേംസും ആ സീക്വൻസിൽ വരണം. ഓർഡറും അതേപോലെ തന്നെ വരുന്ന ഓർഡർ. ഓക്കെ, ഓർഡർ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു സീക്വൻസിന് ഈ ഒറ്റ സബ്സീക്വൻസ് മാത്രമല്ല ഉള്ളത്. മറ്റൊരു സബ്സീക്വൻസ് ഞാൻ എഴുതിയാൽ എക്സ് ഡബിൾ പ്രൈം എന്നുള്ളൊരു സീക്വൻസ് 1/3 ആണ്. ഏതാണ് സീക്വൻസ്? 1/3, 1/6, 1/9 എക്സെട്ര എന്നുള്ള സീക്വൻസ്. ഈ എക്സ് ഡബിൾ പ്രൈമിലുള്ള എല്ലാ ടേംസും എക്സ് എന്നുള്ള സീക്വൻസിൽ വന്നിട്ടുണ്ടാകും. വരുന്ന ഓർഡറും
പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു സബ്സീക്വൻസാണ്. ഒരു സീക്വൻസിന് ഒന്നിൽ കൂടുതൽ സബ്സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു സബ്സീക്വൻസ് മാത്രമല്ല. ഇനി പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്, തിയറാണ്. അതായത് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിൻ്റെ ഏതൊരു സബ്സീക്വൻസ് എടുത്താലും ആ സബ്സീക്വൻസും കൺവേർജ് ചെയ്യും. സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് തന്നെ ആയിരിക്കും സബ്സീക്വൻസുകളും കൺവേർജ് ചെയ്യും. ഓക്കെ, തിയറം ഒന്ന് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ of real numbers converges to a number x, then any subsequence x prime sequence xnk of x converges to x. ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന സീക്വൻസുകളുടെ എല്ലാ സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. ഓക്കെ, നമുക്ക് പ്രൂഫ് പറയാം. പ്രൂഫ് സിമ്പിളാണ്. നമുക്ക് സീക്വൻസിൻ്റെ ഡെഫിനിഷനും അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള k <= nk എന്നുള്ള ഒബ്സർവേഷനാണ് നമുക്ക് ആവശ്യം. ഓക്കെ, തിയറം എന്താ പറയുന്നത്? നമ്മളെ കയ്യിലൊരു സീക്വൻസ് എക്സ് എൻ ഉണ്ട്, അത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏതൊരു സബ്സീക്വൻസ് എക്സ് എൻ കെ എടുത്താലും, എക്സ് എൻ എന്നുള്ള സീക്വൻസിൻ്റെ ഏതൊരു സബ്സീക്വൻസ് എക്സ് എൻ കെ എടുത്താലും അതും എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യും? എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് സീക്വൻസ് എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസാണ്. അതിൻ്റെ ഏതൊരു സബ്സീക്വൻസ് എക്സ് എൻ കെ കൺസിഡർ ചെയ്താലും അതും എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എക്സിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, പ്രൂഫ് നോക്കുക. ഡെഫിനിഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നോക്കാം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ, ദെൻ വി ഹാവ് ലിമിറ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് എന്നുള്ള സീക്വൻസിൻ്റെ എക്സ് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് ആണ്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് നമുക്കെന്ത് പറയാം? ഈ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കെ എന്നുള്ള നമ്പർ എക്സിസ്റ്റ് ചെയ്യും. കെ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ. ഓക്കെ, കെ എപ്സിലോൺ എന്ന് വിളിക്കുന്നുണ്ട്. കെ എപ്സിലോണത്തെ ടേം കഴിഞ്ഞിട്ടുള്ള ഏത് ടേംസ് കൺസിഡർ ചെയ്താലും എക്സും ആ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ ദർ എക്സിസ്റ്റ് കെ എപ്സിലോൺ in set of natural numbers such that xk modulus of xk minus x, that is distance between xk and x, will be less than epsilon whenever k greater than or equal to k epsilon. സോ നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, കെയും എൻ കെയും കൺസിഡർ ചെയ്താൽ എൻ കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. സോ എൻ കെ ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ ആണെങ്കിൽ എൻ കെ ഗ്രേറ്റർ ദാൻ കെ ആയതുകൊണ്ട് എൻ കെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സ്റ്റാർ എന്ന് വിളിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ കെ ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ ആണെങ്കിൽ നമ്മളെ സ്റ്റാർ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. സോ വി ഹാവ് മോഡുലസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ കെ മൈനസ് എക്സ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ എൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ. എൻ കെ ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ കെ ആൻഡ് എക്സ്, എക്സ് എൻ കെ ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം ബൈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർ. ദാറ്റ് ഈസ് നമ്മളെ സബ്സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? സബ്സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സ് എൻ ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് എൻ കെ ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, സോ ഈ ഒരു തിയറം ഉപയോഗിച്ച് ഈ ഒരു തിയറം പല രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഒന്ന്, ഡയറക്റ്റായിട്ട് എക്സ് എൻ എന്നുള്ള സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് എന്നിൻ്റെ ഏതൊരു സബ് സീക്വൻസ് എടുത്താലും അത് എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു സബ് സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടെത്തിയാൽ മതി. കാരണം കൺവേർജ് ചെയ്യുന്ന സീക്വൻസുകളുടെ ലിമിറ്റും അതിൻ്റെ സബ് സീക്വൻസുകളുടെ ലിമിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മറ്റൊരു ഒബ്സർവേഷൻ ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് നോക്കുകയാണെങ്കിൽ, സപ്പോസ് നമ്മളെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്, അതിൻ്റെ രണ്ട് സബ് സീക്വൻസ് ഡിഫറെൻറ്റ് പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും, കൺവേർജ് ചെയ്യില്ല. കാരണം കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സീക്വൻസിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും സെയിം പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യണം. നമുക്ക് രണ്ട്
സബ്സീക്വൻസുകളുടെ ലിമിറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മളുടെ സീക്വൻസ് എന്ത് ചെയ്യുന്നില്ല എന്ന് പറയാം, കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ രൂപത്തിലുള്ള 2 പ്രോബ്ലംസ് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് കണ്ടെത്താൻ നമുക്ക് ഈ ഒരു തിയറം ഉപയോഗിക്കാം. സോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സപ്പോസ് വി ഹാവ് എ ബി in between 0 and 1, let 0 less than b less than 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് b raised to n എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 0ലേക്ക് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് b raised to n എന്നുള്ള സീക്വൻസ് ഒരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് xn. Let xn be the sequence b raised to n where b 0 less than b less than 1. First observation 0ൻ്റെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് b എടുത്തത്. അതുകൊണ്ട് തന്നെ പവർ എടുക്കുമ്പോൾ പവർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പവറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരാം. സോ n+1th പവർ ബീൻ്റെ n+1th പവർ ലെസ് ദാൻ b raised to n ആയിരിക്കും. കാരണം b ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. So since 0 less than b less than 1, b raised to n+1 less than b, that is xn plus 1 b to the power n+1 എന്ന് പറഞ്ഞാൽ സീക്വൻസ് xnലെ n+1th ടേം ആണ്. സോ ഈസ് xn+1 ഈസ് ലെസ് ദാൻ xn. സോ xn എന്നുള്ള സീക്വൻസ് എന്താണ്? xn എന്നുള്ള സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ മോണോട്ടോൺ സീക്വൻസ് ആണ്. ഇനി ഈ സീക്വൻസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് മതി? സീക്വൻസ് ബൗണ്ടഡും കൂടെ ആണെങ്കിൽ നമുക്കെന്ത് പറയാം? സീക്വൻസ് മോണോട്ടോൺ ആണ്, ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ ബൗണ്ടഡ് ആയിരിക്കും സീക്വൻസ്. കാരണം നമുക്കറിയാം b raised to n എപ്പോഴും എന്തായിരിക്കും? b പോസിറ്റീവ് ആയതുകൊണ്ട് b raised to n എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പവേഴ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും ആസ് b ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ അതായത് xn എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പക്ഷേ xn എന്തായിരിക്കും? 1നെക്കാളും താഴെ ആയിരിക്കും. കാരണം b എന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ബീൻ്റെ പവർ എടുക്കുമ്പോൾ 1നെക്കാളും താഴെ വരും, 0നെക്കാളും വലുത് വരും. അതായത് സീക്വൻസിലെ എല്ലാ ടേംസും xnകളും ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ xn ലെസ് ദാൻ 1 ഫോർ ഓൾ n ബിലോങ്സ് ടു n. ദാറ്റ് ഈസ് സീക്വൻസ് xn ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. സോ ബൗണ്ടഡ് ആണ്, ഡിക്രീസിങ് ആണ്, മോണോട്ടോൺ ആണ്. സോ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം സീക്വൻസ് xn എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഓക്കെ, സീക്വൻസ് xn കൺവേർജ് ചെയ്യും. സോ ലെറ്റ് ലിമിറ്റ് xn കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ലിമിറ്റായിട്ട് ഞാൻ എക്സിന് എടുക്കുന്നുണ്ട്. നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് xn x ആയിട്ട് എടുത്താൽ x = 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ xnൻ്റെ ഒരു സീക്വൻസ് xnൻ്റെ ഒരു സബ്സീക്വൻസ് ആയിരിക്കും സീക്വൻസ് x2n. അതായത് ഈ ഒരു സീക്വൻസിലെ ഈവൻ പൊസിഷനിൽ വരുന്ന ടേംസിന് മാത്രം ഓർഡറിൽ എഴുതിയതാണ് x2n. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ xn എന്നുള്ള സീക്വൻസിൻ്റെ സബ്സീക്വൻസ് ആയിരിക്കും. സോ സീക്വൻസ് xn കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസും കൺവേർജ് ചെയ്യും, സെയിം പോയിന്റിലേക്ക് തന്നെ ആയിരിക്കും കൺവേർജ് ചെയ്യുക. സോ ബൈ ദി അബവ് തിയറം വി ഹാവ് ലിമിറ്റ് x2n സബ്സീക്വൻസ് x2n കൺവേർജസ് ടു x. x2n എന്തായിരിക്കും? സീക്വൻസ് xn b raised to n ആണ്. അപ്പോൾ x2n എന്തായിരിക്കും? b raised to 2n. ദാറ്റ് ഈസ് ലിമിറ്റ് b to the power 2n converges to x. അതായത് ലിമിറ്റ് b raised to 2n is equal to x. b raised to 2n നമുക്ക് എങ്ങനെ എഴുതാം? b raised to n whole to the power 2 എന്ന് എഴുതാം. അതായത് ലിമിറ്റ് b raised to n whole to the power 2 will be x. സോ bn എന്ന് പറഞ്ഞാൽ b to the power n എന്ന് പറഞ്ഞാൽ സീക്വൻസ് xn തന്നെയാണ്. സോ ലിമിറ്റ് xn² കൺവേർജസ് ടു x. xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ xnൻ്റെ സ്ക്വയർ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? x² കൺവേർജ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ
ലിമിറ്റ് എക്സ് ടു ദി പവർ എൻ സ്ക്വയർ ലിമിറ്റ് എക്സ് എൻ ടു ദി പവർ 2 അതെന്തായിരിക്കും ആക്ച്വലി എക്സ് സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ലിമിറ്റ്. സോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. എക്സ് സ്ക്വയർ എക്സിന് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ ഒരു നമ്പറിൻ്റെ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എക്സ് എന്താകണം? ഒന്നില്ലെങ്കിൽ 0 ആകണം, അല്ലെങ്കിൽ 1 ആകണം. പക്ഷേ എക്സ് എന്താവില്ല? 1 ആവില്ല. കാരണം എക്സ് എൻ എന്ന് പറയുമ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. പക്ഷേ എക്സ് എൻ എന്താണ്? ഡിക്രീസിങ് ആണ്. എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് എന്നിൻ്റെ വാല്യൂ ചെറുതായി വരികയാണ് ചെയ്യുക. സോ 1-നേക്കാളും ചെറുതാണ് എക്സ് എൻ. അപ്പോൾ എക്സ് എൻ എന്നിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ചെറുതായി വരികയാണെങ്കിൽ എക്സ് എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യില്ല? 1-ലേക്ക് കൺവേർട്ട് ചെയ്യില്ല. സോ ബട്ട് x not equal to 1 as xn is less than 1 for all n and xn is a decreasing sequence. ഞാൻ നൊട്ടേഷനാണ് ഉപയോഗിച്ചത്. ഇത് വായിക്കുക. xn is a decreasing sequence. ഓക്കെ. സോ എക്സിന് ഒറ്റ ചോയ്സേ ഉള്ളൂ. ഈ ഒരു ചോയ്സ് ഇല്ല. സോ എക്സ് എന്തായാലും 0 ആവേണ്ടി വരും. ദാറ്റ് ഈസ് ലിമിറ്റ് xn is 0. That is which implies limit b to the power n is equal to 0. Okay, next problem. Suppose we have a c which is greater than 1, then the limit c to the power 1 by n is 1. That is as n tends to infinity c to the power 1 by n is 1. അതായത് c എന്നുള്ള ഒരു നമ്പർ 1-നേക്കാളും വലുതായിട്ടുള്ള ഒരു നമ്പർ, അതിൻ്റെ nth റൂട്ടുകൾ കൺസിഡർ ചെയ്താൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? 1-ലേക്ക് കൺവേർട്ട് ചെയ്യും. സി ഇൻ ബിറ്റ്വീൻ 0 and 1 ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് സി എങ്കിൽ സീൻ്റെ nth റൂട്ടുകൾ 1-ലേക്കാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് റെഫർ ചെയ്താൽ മനസ്സിലാവും. ഇനി സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും ഇത് ഹോൾഡ് ചെയ്യും. സി ഈക്വൽ ടു 1 ആണെങ്കിലും ഇത് ഹോൾഡ് ചെയ്യും. കാരണം 1-ൻ്റെ എല്ലാ nth റൂട്ടുകളും 1 തന്നെ ആയിരിക്കും. അപ്പോൾ സി ടു ദി പവർ 1 by n എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 ആയിരിക്കും. സി ഈക്വൽ ടു 1 ആണ്. ഇനി സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും സി ടു ദി പവർ 1 by n എന്നുള്ള സീക്വൻസ് 1-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ. സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീൻ്റെ nth റൂട്ടുകൾ സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി സീൻ്റെ nth റൂട്ട് 1-ലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. നമുക്ക് ഈ ഒരു തിയറം തന്നെ ഉപയോഗിക്കാം. ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസുകളും സെയിം പോയിന്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. സോ ഡിക്ലെയർ the sequence xn as c to the power 1 by n where c is greater than 1. So ഒരു നമ്പറിൻ്റെ nth റൂട്ടുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ n+1th റൂട്ട് nth റൂട്ടിനേക്കാളും ചെറുതായിരിക്കും. അതായത് സീൻ്റെ കേസിൽ സീൻ്റെ n+1th റൂട്ട് സീൻ്റെ nth റൂട്ടിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ. അതായത് സീൻ്റെ n+1th റൂട്ട് എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ n+1th ടേം ആയിരിക്കും. അത് nth ടേം സി ടു ദി പവർ 1 by n എന്ന് പറഞ്ഞാൽ സീൻ്റെ nth റൂട്ട് അത് സീക്വൻസിലെ nth ടേം ആയിരിക്കും. അതായത് n+1th സീക്വൻസിലെ n+1th ടേം xn+1 ലെസ് ദാൻ xn ആയിരിക്കും. nth ടേം ആയിരിക്കും അല്ലെങ്കിൽ xn ആയിരിക്കും ഫോർ ഓൾ n ബിലോങ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് സീക്വൻസ് xn എന്താണ്? ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതായത് മോണോട്ടോൺ സീക്വൻസ് ആണ്. ഇനി ആ സീക്വൻസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് മതി? അത് ബൗണ്ടഡ് ആണെന്ന് കാണിച്ചാൽ മതി. സോ നമുക്കറിയാം സി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് സീൻ്റെ nth റൂട്ടുകളെല്ലാം 1-നേക്കാളും വലുതായിരിക്കും. മോർ ഓവർ nth റൂട്ടുകളെല്ലാം സീനേക്കാളും ചെറുതായിരിക്കും. അതായത് 1 ലെസ് ദാൻ സി ടു ദി പവർ 1 by n ലെസ് ദാൻ സി ആണ് ഫോർ ഓൾ n ബിലോങ്സ് ടു n ആസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 1. അതായത് നമുക്ക് എന്ത് പറയാം? 1 ലെസ് ദാൻ സീക്വൻസ് xn ലെസ് ദാൻ സി ആണ് ഫോർ ഓൾ n ബിലോങ്സ് ടു n. അതായത് സീക്വൻസ് xn എന്താണ്? ബൗണ്ടഡ് ആണ്. സോ ബൗണ്ടഡ് ആണ്, മോണോട്ടോൺ ആണ്. ദെൻ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം സീക്വൻസ് xn കൺവേർജസ്.
സീക്വൻസ് എക്സ് എൻ കൺവേർജ് ചെയ്യും. സോ നമുക്ക് ഇനി കൺവേർജ് ചെയ്യുന്ന പോയിൻറ്റ് 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നമ്മൾ കൺവേർജ് ചെയ്യുന്ന പോയിൻറ്റ് എക്സ് ആണെന്നുള്ളത്. ലെറ്റ് ലിമിറ്റ് എക്സ് എൻ ഈസ് എക്സ്. നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 1 ആണ്. സോ സീക്വൻസ് എക്സ് എന്നിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് എക്സ് ടു എൻ. അതായത് സീക്വൻസ് എക്സ് എന്നിലെ ഈവൻ പൊസിഷനിൽ വരുന്ന ടേംസ് മാത്രം ഓർഡറിൽ എഴുതി. സോ ലിമിറ്റ് എക്സ് ടു എൻ ഈസ് വിൽ ബി എക്സ്. സോ ഈ സബ് സീക്വൻസിലെ ടേംസ് എന്ന് പറഞ്ഞാൽ എക്സ് ടു എൻ എന്ന് പറഞ്ഞാൽ സി ടു ദി പവർ 1/2 എൻ ആയിരിക്കും. സോ ലിമിറ്റ് സി ടു ദി പവർ 1/2 എൻ ഈസ് എക്സ്. സി ടു ദി പവർ 1/2 എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ടു ദി പവർ 1/2 എന്നിനെ സി ടു ദി പവർ 1/2 എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാം? സി ടു ദി പവർ 1/n ഓൾ ടു ദി പവർ 1/2 എന്ന് എഴുതാം. ഓക്കെ. സോ ലിമിറ്റ് സി ടു ദി പവർ 1/2n ഓൾ ടു ദി പവർ 1/2 വിൽ ബി എക്സ്. സി ടു ദി പവർ 1/2n ഈസ് നത്തിങ് ബട്ട് എക്സ് എൻ. സോ ലിമിറ്റ് എക്സ് എൻ ടു ദി പവർ 1/2 ഈസ് എക്സ്. എക്സ് എന്നുള്ള സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ള സീക്വൻസിലെ എല്ലാ ടേംസും പോസിറ്റീവ് ആണെങ്കിൽ എക്സ് എൻ പോസിറ്റീവ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. സോ അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സോ ലിമിറ്റ് എക്സ് എൻ എന്താണ്? എക്സ് ആണ്, എക്സിലേക്കാണ്. ലിമിറ്റ് എക്സ് എൻ എക്സ് ആണ്. സോ എക്സ് എൻ ടു ദി പവർ 1/2 എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? എക്സ് ടു ദി പവർ 1/2ലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് എക്സ് ടു ദി പവർ 1/2 വിൽ ബി എക്സ്. സോ എക്സ് ഇവിടെ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സ് സ്ക്വയർ എക്സ് ആണെങ്കിൽ എക്സ് ഒന്നില്ലെങ്കിൽ എന്താകണം? 0 ആകണം, അല്ലെങ്കിൽ 1 ആകണം. ഈ ഒരു കേസിൽ എക്സ് എന്താവില്ല? 0 ആവില്ല. കാരണം നമ്മളുടെ ടേംസ് എല്ലാം 1-നേക്കാളും വലുതാണ്. എക്സ് എന്നുകൾ എപ്പോഴും 1-നേക്കാളും വലുതാണ്. സോ ലിമിറ്റ് എക്സ് എന്നും എക്സ് എൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ. സോ 0 1-നേക്കാളും താഴെയാണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ എക്സ് എന്താവില്ല? 0 ആവില്ല. ബട്ട് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആസ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ 1 ഫോർ ഓൾ എൻ ബിലോങ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഈ ഒരു കേസ് ഹോൾഡ് ചെയ്യില്ല. സോ എക്സ് എന്താവേണ്ടി വരും? 1 ആവേണ്ടി വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് എൻ ഈസ് 1. ദെർഫോർ ലിമിറ്റ് സി ടു ദി പവർ 1/n ഈസ് 1. ഇതാണ് നമുക്ക് സബ്സീക്വൻസിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് പറയാനുള്ളത്. 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഒരു സീക്വൻസിൻ്റെ സബ്സീക്വൻസ്? കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിൻ്റെ സബ്സീക്വൻസുകളെല്ലാം കൺവേർജ് ചെയ്യും. സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അത് ആ സെയിം പോയിന്റിലേക്ക് തന്നെയാണ് സബ്സീക്വൻസുകളും കൺവേർജ് ചെയ്യും. ഓക്കെ. അത് ഉപയോഗിച്ചിട്ട് 2 സീക്വൻസുകളുടെ ലിമിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.